ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ കുറച്ച് വ്ളോഗും കാര്യങ്ങളും ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് അടുത്ത കോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങൾ, ഞാൻ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. സോ എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളും നമ്മുടെ കോളേജ് സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയും കോഴ്സ് സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പം ഓൾറെഡി നിങ്ങൾ 10th കഴിഞ്ഞിട്ട് +1 +2 ഒരു കൊമേഴ്സ് അല്ലെങ്കിൽ സയൻസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഫീൽഡിലോട്ട് ഇന്ന ഫീൽഡിലോട്ടാണ് പോകേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പോൾ ആ രീതിക്കുള്ള കോഴ്സ് സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാതിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. അല്ലാണ്ട് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമാണ്, അച്ഛനും അമ്മയും അത് പറഞ്ഞു, അച്ഛനും അമ്മയും ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാതിരിക്കുക. കാരണം പഠിക്കാൻ പോകുന്നത് നിങ്ങളാണ്, ജോലി ചെയ്യാൻ പോകുന്നത് നിങ്ങളാണ്. സോ അത് ഫസ്റ്റ്. അതുപോലെ ഈ പത്രങ്ങളിൽ പരസ്യം കണ്ടിട്ടും അതുപോലെ കുറേ ആഡുകൾ കണ്ടിട്ടും ഒന്നും ചുമ്മാ കയറിയിട്ട് ഒരു കോഴ്സിലും പോയിട്ട് തലവെച്ച് കൊടുക്കാതിരിക്കുക പൈസ കൊടുത്ത്. ഫസ്റ്റ് നിങ്ങൾ എങ്ങനെ പോയാലും അന്വേഷിച്ച് കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ചേർക്കാവുള്ളൂ അല്ലെങ്കിൽ ചേരാവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള സ്ഥലം, ഇപ്പോൾ ബാംഗ്ലൂർ ആയിക്കോട്ടെ, ബോംബെ ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിൽ കേരളം ആയിക്കോട്ടെ, ഏത് സ്ഥലമാണെങ്കിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കൂടെ പറ്റണം. ഇപ്പം നമ്മൾ പുറത്തോട്ട് പോകുന്നതോറും നമ്മൾ ഹോസ്റ്റലിൽ തന്നെ നിന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പരിചയമില്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തുടക്കത്തിൽ. അതുപോലെ ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അതൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ പുറത്തോട്ടുള്ള പരിപാടി നോക്കാവുള്ളൂ. അപ്പം മിക്കവാറും ബാംഗ്ലൂർ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും മലയാളീസ് ഉണ്ടാവും. പക്ഷേ എന്നാൽ പോലും ഹോസ്റ്റൽ ഫുഡെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം മോശമായിരിക്കും. വെട്ടി തുറന്ന് പറയാം, അത്യാവശ്യം മോശമായിരിക്കും. കാരണം അത്രയും ആൾക്കാർക്ക് കൊടുക്കേണ്ടതും കൊണ്ട് തന്നെ കൂടുതലും വെള്ളം ഒഴിക്കുകയും അങ്ങനെയുള്ള നമുക്ക് ടേസ്റ്റി ഫുഡ് കിട്ടത്തില്ല. നമുക്ക് ടേസ്റ്റി ഫുഡ് കിട്ടണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കണം. പുറത്തോട്ട് പോയിട്ട് നമുക്ക് മലയാളി ഫുഡെന്ന് പറഞ്ഞാലും കേരള ഫുഡെന്ന് പറഞ്ഞാലും നമ്മുടെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ കിട്ടത്തില്ല. അപ്പം അതും നോക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തോട്ട് പോകാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്തു എന്ന് വെച്ചു. അപ്പോൾ അടുത്ത ഇതെന്ന് പറയുന്നത് കോളേജ്. നല്ല കോളേജിൽ പഠിക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ട് ഒരു ജോലിക്ക് കയറി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് കോളേജാണ്. കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ മെഡിക്കൽ ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ടാണ് ഞാൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്നത്. മെഡിക്കൽ ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ തന്നെയും ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ അവർക്ക് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ വേണം. നിർബന്ധമായിട്ടും അവർക്ക് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലുള്ള കോളേജിൽ മാത്രം ചേരുക. വേറെ എന്തൊക്കെ ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല. സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനോ പ്രാക്ടീസ് ചെയ്യാനോ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു കാര്യമില്ല. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് ഫസ്റ്റ് പോയിൻ്റ് നമുക്കിഷ്ടമുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ പോയിൻ്റ് ഹോസ്പിറ്റൽ, അതായത് പഠിക്കാനുള്ള സൗകര്യമുള്ള കോളേജ്, അതാണ് രണ്ടാമത്തെ പോയിൻ്റ്. മെഡിക്കൽ ഫീൽഡ് ആകുമ്പോൾ ഹോസ്പിറ്റൽ ഉള്ളത് തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് പുതിയതായിട്ടൊരു കോഴ്സ്, അതായത് +2 കഴിഞ്ഞതിന് ശേഷം ഒരു കോഴ്സ് പഠിക്കാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. ഇതിന് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. അത് മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ, നിങ്ങൾ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഓൾറെഡി കോഴ്സ് പഠിച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തത് വരുന്നതായിരിക്കും. കാരണം ഇത് കഴിഞ്ഞിട്ട്, അതായത് നേഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കോ ഏത് രീതിക്കാണോ പോകാൻ താല്പര്യപ്പെടുന്നത് അവരൊന്ന് വന്ന് കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ അടുത്തായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും ഞാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ബെൽ ബട്ടൺ അടിച്ച് വെച്ചേക്കുക. എന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് വരുള്ളൂ. സോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പറഞ്ഞ പോലെ നേഴ്സിങ്ങിന് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നേഴ്സിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് വന്ന് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിക്കനുസരിച്ച് എനിക്ക് അടുത്ത വീഡിയോയിൽ പോയിൻറ്റ്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും.